കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരവും വിലപ്പെട്ടതുമായ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർക്കും സ്നേഹനിധിയായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒരവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സമ്മാനിച്ച ഈ നല്ല അവസരങ്ങളെ ഓർത്ത്, നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പ്രയാസങ്ങൾ നേരിയ തോതിൽ നമ്മുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും ഒക്കെ ഭാരപ്പെടുത്തിയപ്പോൾ അതിന്റെ നടുവിലും ദൈവം നമ്മെ സൂക്ഷിച്ചു. ഈ പ്രാവശ്യത്തെ ജലപ്രളയത്തിന്റെ കെടുതിയിൽ 250-ലധികത്തോളം ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി മരണപ്പെട്ടു എന്നുള്ളത് പത്രത്തിലൂടെയൊക്കെ നമുക്ക് വായിപ്പാനും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ജീവിതത്തിൽ നേടിയ സമ്പാദ്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട്, ഭവനങ്ങൾ നഷ്ടപ്പെട്ട്, ജീവിതത്തിന്റെ പ്രതീക്ഷകളൊക്കെ തകർന്നടിയുന്ന ഒരു സമയത്താണ് പലരും ഈ നാളുകളിൽ സമയങ്ങൾ ചെലവഴിക്കുന്നത്. അതിന്റെ നടുവിലും ദൈവം നമ്മെ സൂക്ഷിച്ച കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാരമായും ഭാരമായും നമ്മുടെ കുടുംബങ്ങൾക്ക് അതൊന്നും ഒരു ക്ലേശമായി തീരാതെ കർത്താവ് നമ്മെ പരിപാലിച്ചു, ദൈവം നമ്മെ സൂക്ഷിച്ചു. ഒരുപക്ഷെ അല്പയാത്രാ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായതൊഴിച്ചാൽ ഏതാണ്ട് 98% നമ്മുടെ കുടുംബങ്ങളും ആ ഒരു നിലയിൽ ഒരു സേഫ് സോണിലായിരുന്നു എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ സന്തോഷമുണ്ട്. എങ്കിലും അതിൽ ഭാരമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതായ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു കളയരുത്. നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ കൂട്ടായ്മകൾ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പ്രദാനം ചെയ്തു. അതിലൊക്കെ സംബന്ധിപ്പാനായിട്ട് കർത്താവ് നമുക്ക് അവസരങ്ങളെ നൽകി. ക്രമീകരിക്കപ്പെട്ടതായ 2 പ്രാർത്ഥനകൾ ബുധനാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ടും നടക്കേണ്ടതായ പ്രാർത്ഥനകൾ വെള്ളത്തിന്റേതായ ബുദ്ധിമുട്ടുകൾ നിമിത്തം അത് മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും ബാക്കിയുള്ള കൂട്ടായ്മകളിൽ സംബന്ധിപ്പാനായി അവസരം കണ്ടെത്തിയ എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്നതായ അവസരങ്ങൾ അത് വേണ്ടതുപോലെ വിനിയോഗിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശരീരത്തിലെ ക്ഷീണങ്ങൾ അനുഭവിക്കുന്ന പല പ്രിയപ്പെട്ടവർ നമുക്കുണ്ട്. അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷികമാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത്, ഈ ലോകത്തിലായിരിക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പ്രാപ്തിയോ അല്ല, തമ്പുരാന്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ നിലനിർത്തുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 6 മാസം ഈ വർഷക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. ഒരു പുതിയ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിലാണല്ലോ നാം ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 6 മാസക്കാലം ഈ വർഷത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദിച്ചാൽ ഒരുപക്ഷെ പറയാൻ നമുക്ക് കഴിയാം. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗത്ത് വിടുതലുകളും നന്മകളും ഒക്കെ ദൈവം നൽകി. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി നൽകിയ അനുഭവങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും പറയാൻ നമ്മൾ പലർക്കുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭവനമില്ലാതിരുന്നവർക്ക് ഭവനം നൽകി, കുടുംബജീവനം നൽകി, ജോലി നൽകി, അങ്ങനെ പല നിലകളിലും അല്ലെങ്കിൽ നല്ല അഡ്മിഷൻ നൽകി, അങ്ങനെ പല നിലകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ മാനിച്ചു. അപ്പോൾ തന്നെ ജീവിതത്തിന്റെ മറുവശത്ത് ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെയും നിലനിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾക്കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽക്കാലത്തെ ചിന്തകൾ നമുക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ച സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 2 സങ്കീർത്തനമാണല്ലോ നമുക്ക് ഇന്ന് പകൽക്കാലം വായിപ്പാനിടയായത്. 100-ാമത്തെ സങ്കീർത്തനവും 101-ാമത്തെ സങ്കീർത്തനവും. 101-ാമത്തെ സങ്കീർത്തനം ഒരു ദൈവവൈതൽ ഈ പൊതുസമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, അവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ, അവന്റെ ഭവനത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു രൂപരേഖ നമ്മെ പഠിപ്പിക്കുമ്പോൾ 100-ാമത്തെ സങ്കീർത്തനം ഒരു ദൈവവൈതൽ ദൈവസന്നിധിയിലേക്ക് എങ്ങനെ വരണം എന്നും എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കണമെന്നും എങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കണമെന്നും വ്യക്തമാക്കുന്ന ഭാഗമാണ് 100-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് എങ്ങനെയാണ് നമ്മൾ കടന്നു വരേണ്ടത്, അതെല്ലാം നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. എങ്കിലും വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നതായ
വ്യവസ്ഥകൾ അവിടെ നമുക്ക് ശ്രദ്ധേയമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്ങനെ നമ്മൾ കടന്നു വരണം, എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളതായ ചിന്തകളാണ് 100-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്പസമയം 100-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വേദഭാഗം ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വാക്യം, 100-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. അപ്പോൾ ദൈവത്തെ സേവിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നാം എങ്ങനെ സേവിക്കണം? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ വചനധ്യാനം കർത്തൃസേവ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. കർത്താവിനെ നമ്മൾ എങ്ങനെ സേവിക്കണം? നമുക്കറിയാം, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് യഹോവയെ സേവിക്കാൻ വേണ്ടിയാ. പല ഭാഗങ്ങൾ അത് വ്യക്തമാക്കുന്നു. യോശുവ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ സേവിപ്പാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ദൈവവൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ യഹോവയെ സേവിക്കുന്നവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്യ ദൈവങ്ങളെ സേവിക്കരുത്, അവയെ നമസ്കരിക്കരുത്, അവയെ വണങ്ങരുത് എന്ന് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് ശ്രദ്ധേയമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം സേവിക്കേണ്ടത് യഹോവയാണ്, അന്യ ദൈവങ്ങളെ സേവിക്കരുത്. ഒരുപക്ഷെ ഈ ആശയങ്ങൾ ഞാനിത് പറയുമ്പോൾ ഒരധികപ്പെട്ടെന്നൊരു പക്ഷെ നമുക്ക് തോന്നാം. കാരണം നാം എല്ലാവരും ദൈവത്തെ സേവിക്കുന്നവരാ, യഹോവയെ സേവിക്കുന്നവരാ. നാളിതുവരെ യഥാർത്ഥമായിട്ടുള്ള ആ വെളിപ്പാട്, ആരെ സേവിക്കണമെന്നുള്ളത് ജീവിതത്തിൽ അറിഞ്ഞ് അന്നു മുതൽ നമ്മൾ ദൈവത്തെ സേവിക്കുന്നവരാ. ആ കർത്തൃസേവയുടെ ഇടയിൽ മറ്റൊരു സേവയ്ക്ക് വേണ്ടിയും നമ്മൾ ഒരുങ്ങുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ മറ്റാരെയും, ജീവനുള്ള ദൈവത്തെ വിട്ട് ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നാം എങ്ങനെ ദൈവത്തെ സേവിക്കണം? എന്റെ 2-ാമത്തെ ചിന്ത ഞാൻ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. കർത്താവിനെ സേവിക്കേണ്ടത് എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. സമയത്തിന്റെ പരിധിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിശദീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്കിലും വേദഭാഗങ്ങളെങ്കിലും വായിച്ച് ആ കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. കർത്താവിനെ സേവിക്കേണ്ടത് എങ്ങനെ? നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ സേവിക്കേണ്ടതായ 2 നിലകളെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ യഹോവേ, നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ മതി. ഹല്ലേലൂയ. അവിടെ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, അല്ലേ, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവേ ഉന്മേഷത്തോടെ. ഒന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമക്കൾ ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഉന്മേഷത്തോടെ. നമ്മൾ വായിച്ച ആ 2-ാമത്തെ വാക്യം 100-ാമത്തെ സങ്കീർത്തനവും നമ്മെ പഠിപ്പിക്കുന്നു, സന്തോഷത്തോടെ യഹോവയെ എന്ത് ചെയ്യണം? സേവിക്കണം. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം. അത് മറ്റൊരു വശമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കുന്ന ആ ഒരു അനുഭവം അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരാഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അവസാനിക്കുന്നതല്ല. എന്ന് കർത്താവിന്റെ ആ ഒരു മകനായി കർത്താവ് നമ്മുടെ രക്ഷിതാവായി തീർന്നു അന്നു മുതൽ അത് എവിടെ വരെ അവസാനിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ആ സമയം വരെയും നമുക്ക് ദൈവം തരുന്ന ആയുസ് മുഴുവനും ഉന്മേഷത്തോടെ അഥവാ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളോട് സംസാരിക്കുമ്പോ, അവരോട് ചോദിക്കുമ്പോഴൊക്കെ അവരുടെ ജീവിതത്തിന്റെ വാടിയ മുഖവും അല്ലെങ്കിൽ മ്ലാനമായ അന്തരീക്ഷമൊക്കെ
കാണുമ്പോൾ കർത്തൃസേവയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ പറയാൻ കഴിയുന്നത് ഇനി എന്തോ പറയാനാ, ഇനി എന്തോ പറയാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അകപ്പെട്ടു പോയ ഒരു ചിന്താഗതിയാ. ദൈവത്തിന് സ്തോത്രം. ഇനി തിരിച്ചു പോകാൻ ഒക്കുമോ? തിരിച്ചു ചെന്നാൽ അവിടുത്തെ പേര് വെട്ടിയതാ, അവിടോട്ട് ചെല്ലാനൊക്കത്തില്ല. ഇനി മറ്റൊരു നിലപാട് സ്വീകരിക്കാനും പറ്റത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കുറെ കാലം അല്ലെങ്കിൽ മുന്നോട്ട് പോകുകയാ. അവരുടേതായ ചിന്താഗതിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, അവർക്ക് സന്തോഷമില്ലെന്നുള്ളത്, അവർക്ക് ഉന്മേഷമില്ലെന്നുള്ളത്. ഞാനിത് പറയുമ്പോ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ ആരുടെയെങ്കിലും അതരത്തിൽ നിന്ന് എപ്പോഴെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നൊരു ദൈവവൈതലേ, ദൈവത്തോട് ക്ഷമ പറഞ്ഞു വേണം അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്, തനിക്ക് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത് ദൈവം നൽകി നമ്മെ വീണ്ടെടുത്തത്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം. ആ വാക്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. നമുക്ക് ആവശ്യമുള്ള സകല നന്മകളും കർത്താവ് എന്ത് ചെയ്തു? തന്നു. സകല വസ്തുക്കളുടെയും സമൃദ്ധി. ഈ അയ്യോഭാവം അല്ലെങ്കിൽ ഈ വാടിയ മുഖം, ഈ മ്ലാനമായ മുഖം, എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച അന്നു മുതൽ ഞാനൊരു നന്മയും അനുഭവിച്ചിട്ടില്ല. അല്ല, വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചതായ കാലം മുതൽ എന്റെ ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഗുണവും പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയാത്ത നിലകളിൽ വചനം പറയുന്നു. എല്ലാ നിലകളിലും ദൈവം നമ്മെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നിനും ഒരു കുറവ് വരാതെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം നമുക്ക് ദാനം തന്നു. അവൻ തന്നതിൻ്റെതായ കുഴപ്പമല്ല, തന്നതിന്റെ കുറവല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെന്താ നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷമില്ലാത്തത്? ഞാൻ പറയുന്ന ആ ഭാഗം ഉൾക്കൊള്ളാൻ എത്ര പേർക്ക് കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ചിലതിനോടുള്ള അമിതയാർത്തി, ചിലതിനോടുള്ളതായ അത്യാർത്തിയായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഉന്മേഷമില്ലാത്തത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ താരതമ്യപ്പെടുത്തും. ആരോടെന്നറിയാമോ? അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന നിലവാരത്തിൽ, നമ്മളെക്കാൾ എല്ലാ നിലയിലും മാനിക്കപ്പെട്ടവരുടെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ പറയും, അവരിങ്ങനൊക്കെ മാനിക്കപ്പെടുന്നു, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു, അവരുടെ വീട് അനുഗ്രഹിക്കപ്പെടുന്നു, അവർ സമൂഹത്തിൽ ഈ നിലകളിലൊക്കെ മാനിക്കപ്പെടുന്നു. പക്ഷേ എന്റെ അവസ്ഥ നോക്കിക്കേ. ദൈവമൈതലേ, നിന്നെയും ദൈവം അനുഗ്രഹിച്ചില്ലേ? നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചില്ലേ? കഴിഞ്ഞ നാളുകൾ നീ ആയിരുന്നതായ അവസ്ഥയെ തിരിഞ്ഞു നോക്ക്. അല്ലെ, ദൈവം അനുഗ്രഹിച്ചതല്ല എന്ന് പറയാൻ കഴിയാത്ത നിലകളിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം അനുഗ്രഹിച്ച, ദൈവം വിടുവിച്ചതായ ആ അനുഭവങ്ങളല്ലേ എടുത്തു പറയാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നമ്മളെക്കാട്ടിൽ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരെ നോക്കിയാൽ അല്ലെ കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് വകയുണ്ട്. അല്ലെ, നമ്മളെക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരെ നോക്കിയാൽ ചിലപ്പോൾ സ്തുതിക്കാൻ നാവ് പൊങ്ങത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു 2 ചക്ര വാഹനത്തെ വരുമ്പോ, ഒരു 4 ചക്ര വാഹനത്തെ വരുന്ന ഒരാളെ കാണുമ്പോൾ ഒരുപക്ഷെ സ്തുതിക്കാൻ കഴിയത്തില്ല. കർത്താവ്, ഞാൻ ഈ 2 ചക്ര വാഹനം കൈയുടെ അല്ലെങ്കിൽ കാലിന്റെ ബലം ഉപയോഗിക്കാതെ ചവിട്ടി വരാൻ, അല്ലെങ്കിൽ അത് കയറിയിരുന്ന് വരാൻ എനിക്ക് ആരോഗ്യം തരുമ്പോ ഇതുപോലുമില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അതോർക്കുമ്പോ നീ എന്നെ മാനിച്ചതോർത്ത് സ്തോത്രം പറയാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മളെക്കാൾ ഹല്ലേലൂയ ഒരു നിലവാരത്തിൽ താണ അനുഭവത്തിലായിരിക്കുന്നവരെ കാണുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും അവരോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ ദൈവത്തിനെ സ്തുതിപ്പാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ചോർന്നൊലിക്കുന്നതായ, വീട്ടിൽ പാർക്കുന്നതായ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ഹല്ലേലൂയ അല്ല, ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഒരുപക്ഷെ നമുക്ക് കഴിയുകയില്ല. ആ നിലയൊക്കെ ദൈവം മാറ്റി, ആ അല്ല ചോർന്നൊലിക്കുന്ന വീടിന്റെ സ്ഥാനത്ത് ഷീറ്റിട്ടോ അല്ലെങ്കിൽ ഓടിട്ടോ ഉള്ള ഒരു വീടൊക്കെ ദൈവം തന്നു. അങ്ങനെ ഒരു അനുഭവം തരുമ്പോ ദൈവത്തിന് മഹത്വം കരേറ്റ്. അങ്ങനെ ഒരു നിലവാരത്തിലെത്തുമ്പോ 2 നിലയുടെ മുകളിൽ കയറിയിരിക്കുന്നവനെ നോക്കിയാൽ സ്തുതിപ്പാൻ നമുക്ക് കഴിയുകയില്ല. കർത്താവേ, ഇന്നും സ്വന്തമായ ഒരു വീടില്ലാതെ ഭാരപ്പെടുന്ന അനേകരുള്ളപ്പോൾ ഒരു കാലത്ത് ഞാനും ആ കൂട്ടത്തിലായിരുന്നു. ദൈവം എന്നെയും മാനിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തെ സേവിക്കേണ്ടത് ഉന്മേഷത്തോടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആ ഒരു താല്പര്യം കാണുമ്പോൾ, ആ ഒരു തീഷ്ണത കാണുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആ ഒരു അനുഭവം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണം, ഈ വ്യക്തി കർത്താവിനെ സേവിക്കുന്നത് വളരെ ആത്മാർത്ഥതയോടെ. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. ഒരു ഉന്മേഷം ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് ആരാധിച്ചാൽ, ഒന്ന് കൈയടിച്ചാൽ, ഇനി മറ്റൊരാളോടൊന്ന് സംഭാഷിക്കുമ്പോ, ഇനി ഒരാളങ്ങ് ചോദിച്ചു തന്നിരിക്കട്ടെ, ഹല്ലേലൂയ, ഈ വിശ്വാസ ജീവിതത്തിന്റെ ഈ കഴിഞ്ഞ വർഷങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായം പറയാന് എന്തെങ്കിലും ഒരു വാക്ക് പറയാമോ എന്നൊരു പുതുവിശ്വാസി ചോദിക്കുമ്പോ എന്നാ പറയാനാ എന്നൊന്നും കയറി പറഞ്ഞു കളയല്ല. അത് തെറ്റാ. ഉന്മേഷമില്ലെന്നുള്ളതാ അതിന്റെ തെളിവ്. ഹല്ലേലൂയ. ആരോ തള്ളിയിട്ട് ഇതിനകത്ത് വീണുപോയെന്നുള്ളതിന്റെ ഒരു തെളിവ് പോലെ. അങ്ങനെയാ നമ്മൾ വന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ നമ്മളാരും അങ്ങനെ വന്നിട്ടുള്ളവരല്ല എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ ഉറക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നല്ല ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വരുമ്പോ, ആരാധനയ്ക്ക് കഴിഞ്ഞു പോകുമ്പോ, ഹല്ലേലൂയ, നമ്മുടെ മുഖത്ത് നോക്കിയാൽ ആ ഒരു ഉന്മേഷം കാണണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ വേണ്ടതുപോലെ ആഹാരം കഴിക്കാനായിട്ട് നിവൃത്തിയില്ലെങ്കിൽ പോലും, ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ പോലും, സാമ്പത്തികമായ ഒത്തിരി ക്ലേശങ്ങൾ ഉണ്ടപ്പോഴും ആ മുഖത്ത് നോക്കുമ്പോ അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ കാണുമ്പോ അതാ ഉന്മേഷം എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന ഒരനുഭവമാണ് ഉന്മേഷം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം തികഞ്ഞു കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനല്ല ദൈവമൈകൾ ഒരുങ്ങേണ്ടത്. ഒന്നുമില്ലെങ്കിൽ പോലും, ഹല്ലേലൂയ, എന്റെ ദൈവം ദോഷമായിട്ടുള്ളത് ഒന്നും ചെയ്യുകയില്ല എന്ന ദൈവസന്നിധിയിൽ വിശ്വസിപ്പാനുള്ള ഒരു വലിയ മനോഭാവം നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് ഒരു ഉന്മേഷം വേണം. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും. ഒരു നല്ല ഹൃദയ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. നല്ല ഹൃദയം വേണം. ആ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം വേണം. ദൈവത്തിന് സ്തോത്രം. നല്ല ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ഒരു ദുഷ്ടഹൃദയമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകാത്തിന് ചിന്തിക്കുന്ന, ആകാത്തിന് പ്രവർത്തിക്കുന്നതായ, ആകാത്തതായ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലായിരുന്നു നമ്മുടെ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. അത് ആ ഹൃദയത്തെ കുറിച്ച് വചനം പറയുന്നത്, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം അത് കല്ലായിരുന്നു. എത്ര ദൈവവചനം പ്രസംഗിച്ച് കേട്ടാലും, ഇനി അത് റേഡിയോയിൽ കൂടെ കേട്ടാലും, ടിവിയിലൂടെ കേട്ടാലും, ഇനി വായിച്ചു കേട്ടാലും, പ്രസംഗിച്ചു കേട്ടാലും, അല്ലെങ്കിൽ ഏത് നിലയിൽ കേട്ടാലും, എത്ര 24 മണിക്കൂർ കേട്ടാലും ഒരലിവുമില്ല, ഒരു മാനസാന്തരമില്ല. ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ അങ്ങനെ പോകുന്നതായ ഒരു സാഹചര്യത്തിൽ ദൈവം നമ്മെ തൊട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം നമ്മെ പിടിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവ സന്ദർശനം നമ്മുടെ മേൽ വന്നപ്പോൾ, യഹോവയുടെ കരം നമ്മുടെ മേൽ വെച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു രൂപാന്തരമുണ്ടായി, നമുക്കൊരു വ്യത്യാസമുണ്ടായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഒരു പുതിയ സൃഷ്ടിയായി ദൈവം നമ്മെ മാറ്റിക്കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ നീക്കി മാംസലമായ ഒരു ഹൃദയം, ഹല്ലേലൂയ, അലിവുള്ളതായ ഒരു ഹൃദയം, ആർദ്രതയുള്ളതായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്ന ഹൃദയത്തിന്റെ നിലവാരം മാറി. ഹല്ലേലൂയ. അതിന്റേതായ അനുഭവങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നു. ഇന്ന് നമ്മുടെ ഹൃദയം അലിവുള്ളൊരു ഹൃദയമാണ്, മാംസലമായ ഒരു ഹൃദയമാണ്. ഒന്നുകൂടെ ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിർമ്മലമായ ഒരു ഹൃദയമാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ആരെന്ത് പറഞ്ഞാലും ഹല്ലേലൂയ നമുക്ക് ഒരലിവ് വരത്തില്ല, നമ്മുടെ കണ്ണുനീര് വരത്തില്ല, കണ്ണ് നനയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ഒരു ഭാരം കേൾക്കുമ്പോ, ഒരാളുടെ ഒരു പ്രയാസം കേൾക്കുമ്പോ, അല്ല ഹൃദയത്തിൽ ഒരു പൊടിച്ചിൽ വരുന്നെങ്കിൽ, ഹൃദയത്തിൽ ഒരു അലിവ് വരുന്നെങ്കിൽ, അറിയാതെ കണ്ണു നിറയുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വ്യത്യാസങ്ങൾ വരുത്തി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവമൈകളെ, ഒരു നല്ല ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കുന്നത് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല, ദൈവത്തെ സേവിക്കുന്നത് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയല്ല, വലിയവനാകാൻ വേണ്ടിയല്ല, വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല, ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടിയല്ല. ഇതല്ല അതിന്റെ ഭാഗമാണെങ്കിലും എന്തിനാ ദൈവത്തെ സേവിക്കുന്നത്? അല്ല നിത്യതയിൽ പോകാന്, അത് നിത്യതയിൽ പോകാന്, അത് പരമമായ ലക്ഷ്യമതാണ്, ആത്യന്തികമായ ലക്ഷ്യമതാണ്. എനിക്ക് അങ്ങനെ കർത്താവിന്റെ അടുക്കൽ ചെല്ലണം, എനിക്ക് നിത്യതയിലെത്തണം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം, അതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഇവിടെ ജീവിപ്പാൻ ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും. കുടുംബജീവിതം ദൈവം തരും, തലമുറ ദൈവം തരും, ഭവനം തരും, നിനക്ക് സാമ്പത്തിക നന്മ തരും. അല്ല, ഒന്നിനും ഒരു കുറവില്ലാതെ ഹല്ലേലൂയ എല്ലാത്തിന്റെയും സമൃദ്ധി ഹേതുവായിട്ട് ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കേണ്ടതിന് ആവശ്യമുള്ളതൊക്കെ ദൈവം നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചു വേണം. ഹല്ലേലൂയ. ഒന്നാമത്തെ സ്ഥാനം, ഒന്നാമത്തെ ഹല്ലേലൂയ അല്ല നമ്മുടെ ലക്ഷ്യമതായിരിക്കണം. എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം, എനിക്ക് എന്റെ രക്ഷിതാവിനെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖം എന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷപൂരിതമായിട്ട് എനിക്ക് കാണണം. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആത്മീക ജീവിതത്തിൽ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണമായി, ദൈവം തന്നതായ അനുഭവങ്ങൾക്കൊത്തവണ്ണമായി ദൈവത്തെ സേവിക്കുമ്പോൾ ആ ഒരു നല്ല ഹൃദയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് ജീവിതത്തിൽ സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാ ഈ നല്ല ഹൃദയം നഷ്ടപ്പെട്ടു പോകുന്നത്? അല്ലെ, നമ്മുടെ ലക്ഷ്യം തെറ്റുമ്പോ, ആകാത്തതായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ, ആകാത്ത പലതിനും നമ്മൾ കൂട്ടുനിൽക്കുമ്പോ, അല്ലെ, ആകാത്തതായ രീതികൾക്ക് നമ്മൾ ഹല്ലേലൂയ കൈ കൊടുക്കുമ്പോൾ, ദൈവഹിതപ്രകാരം അല്ലാത്തതായ വ്യക്തിയോട് യോജിക്കുമ്പോൾ, ആശയത്തോട് യോജിക്കുമ്പോൾ, അങ്ങനെയുള്ള കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ, ഹല്ലേലൂയ അവരിൽ ഒരുവനായി ഞാനും നിങ്ങളും മാറിപ്പോകുമ്പോൾ, അല്ലെ, നമ്മുടെ ഹൃദയം ഇരുണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം ഹല്ലേലൂയ അത് ഹല്ലേലൂയ ഇരുട്ട് അതിന്മേൽ മൂടാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലക്ഷ്യത്തിൽ നിന്ന് തെറ്റരുത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ആ യേശുവിനെ തന്നെ നോക്കണം. ദൈവത്തിന് സ്തോത്രം. എന്റെ ഉള്ളത്തിലുള്ളതായ ആ എന്റെ ഹൃദയം, ആ നല്ല ഹൃദയം ഒരിക്കലും മലിനപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനുള്ളതായ ഒരു വലിയ താല്പര്യം നമുക്കുണ്ടാകട്ടെ. മലിനപ്പെട്ടു പോകാതെ ആ നല്ല ഹൃദയത്തിന്റെ പരിപാവനതയും പവിത്രതയും സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തെ സേവിക്കേണ്ടത് ഒന്നാമത് ഉന്മേഷത്തോടെ, രണ്ടാമത് നല്ല ഹൃദയത്തോടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2-3 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ സേവിക്കേണ്ടത് എങ്ങനെയാണ്? ഭക്തിയോടും ഭയത്തോടും കൂടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ആ സേവിക്കുന്ന എനിക്കും നിനക്കും ഒരു ഭക്തി ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെ, ഒരു മാനുഷികമായ ഭക്തിയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ചല്ലോ. ഭക്തി ആര്, അല്ലെ, ഏതാണ് ഭക്തി, ആരാണ് ഹല്ലേലൂയ ഭക്തൻ? ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓർപ്പിച്ചു. ആരാണ് ഭക്തൻ? സദൃശവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നേരോടെ നടക്കുന്നവൻ യഹോവ ഭക്തൻ. നേരോടെ നടക്കുന്നവൻ. ഭക്തി എന്താ? യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നതുമാണ്. അപ്പോൾ ഭക്തിയുടേതായ അല്ലൊരു യഥാർത്ഥ നിർവചനം എന്ന് പറയുന്നത്, കാണേണ്ടവരെ കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ ചെന്ന് എന്ത് ചെയ്യണം? കാണണം. അതാ ഭക്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കുകയും കൂടെ വേണം. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ആ ഭക്തി മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരുപാട് ഹല്ലേലൂയ, അത് നമ്മുടെ കൈമോശം വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആ ഭക്തി എപ്പോഴും മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. അപ്പൊ ഈ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്, അത് നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യത ഈ ലോകത്തിലുണ്ട്. ഒരുപാട് സാധ്യതയുണ്ട്. നമ്മളെത്ര ശ്രദ്ധിച്ചാലും, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇത് നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, ഹല്ലേലൂയ, അപ്രതീക്ഷിതമായ നിലയിൽ വരുന്ന സംഭവ വികാസങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഭക്തി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു തികഞ്ഞ ഭക്തന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത അതാണ്, അവൻ
എപ്പോഴും ഭക്തി മുറുകെ പിടിക്കുന്നവനായിരിക്കണം. എപ്പോഴും ഭക്തി മുറുകെ പിടിക്കണം. യോബിന്റെ ഭാര്യ യോബിനോട് പറഞ്ഞ വാക്കതാണ്, ഇനിയും നിന്റെ ഭക്തി നീ മുറുകെ പിടിക്കുന്നോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും മുറുകെ പിടിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പോലും ദൈവസന്നിധിയിൽ നിന്നോ ദൈവകൃപയിൽ നിന്നോ നാം അകന്നു പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ ഈ ഭക്തി നമ്മൾ മുറുകെ പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ഏത് പ്രയാസങ്ങളും ഏത് പ്രതികൂലങ്ങളും ഏത് കഷ്ടതകളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും ഭക്തി മുറുകെ പിടിച്ച് നിന്നാൽ, ഹല്ലേലൂയ, ഒരിക്കൽ പോലും ഒരു ദോഷം സംഭവിപ്പാൻ ദൈവം സമ്മതിക്കയില്ല. ഹല്ലേലൂയ. ഇനി കൂട്ടിനാരുമില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നാലും ഭക്തി മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരുവനെ കർത്താവ് കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോബിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നാം ഒത്തിരി കേട്ടിട്ടുള്ള കാണാതറിയാവുന്ന സംഭവമാണ്. എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉണ്ടാക്കിയതും നേടിയതും മുഴുവനും ചില ദിവസങ്ങൾ കൊണ്ട് ചില നിമിഷങ്ങൾ കൊണ്ട് അല്ലെ തന്റെ ശരീരം ഉൾപ്പെടെയും നഷ്ടപ്പെട്ടപ്പോഴും ഭക്തി മുറുകെ പിടിച്ചതുകൊണ്ട് ദൈവനെ മാനിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവനെ ആദരിപ്പാനിടയായി. ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലേ, നല്ല ഭക്തിയോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ഭക്തിയിൽ ദൈവത്തെ സേവിക്കുമ്പോ കഷ്ടങ്ങൾ ഇതിനകത്തുണ്ട്, രോഗങ്ങൾ ഇതിനകത്തുണ്ട്, നിന്ദകൾ ഇതിനകത്തുണ്ട്, പ്രയാസങ്ങൾ ഇതിനകത്തുണ്ട്. നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ നേരെ ഉയർന്നു വരുന്നതായ പെരുവെള്ളങ്ങളുടേതായ അനുഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ ആ പെരുവെള്ളം നിന്റെ അടുക്കലോളം വരുമ്പോൾ അതിനെ കവിയാൻ കഴിയാതെ വണ്ണം അതിന് അതിരിടുന്ന ഒരു ദൈവം നിന്റെ കൂടുണ്ടെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭക്തി മുറുകെ പിടിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഒരുപക്ഷെ കുറ്റപ്പെടുത്താൻ ആളുകൾ കാണും. യോബിനെ അവന്റെ സഹോദരങ്ങളൊക്കെ വന്ന് കുറ്റപ്പെടുത്തിയല്ലോ. അവന്റെ ഭാര്യ കുറ്റപ്പെടുത്തിയില്ലേ? ഹല്ലേലൂയ. അവനെ അറിയാവുന്നവരൊക്കെ കുറ്റപ്പെടുത്തി. ഒരു കാലത്ത് യോബ് പറഞ്ഞു, ഞാൻ നടന്നു പോകുന്നത് കാണുമ്പോ അവരൊക്കെ വളരെ ബഹുമാനത്തോടെ എന്ത് ചെയ്യുമായിരുന്നു? എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പോ അവരിയ്ക്കുന്ന ഇരിപ്പിൽ ഒന്നുകൂടെ ഇരിപ്പ് ഉറപ്പിച്ചങ്ങിരിക്കുക. തന്റെ ജീവിതത്തിൽ വന്നുപോയ അവസ്ഥകളെ ഓർത്ത് തനിക്ക് ഒത്തിരി ഭാരം തോന്നി, ഒത്തിരി പ്രയാസം തോന്നി. ഹല്ലേലൂയ. ഒരുപക്ഷെ വിശ്വാസം വിട്ടുപോകാനുള്ള എത്രയോ അവസരങ്ങൾ വന്നു. ദൈവമക്കളെ, ആ യോബിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്നേ ഈ വിശ്വാസം വിട്ട് ഒരുപക്ഷെ ഈ മേപ്ര ദേശം വിട്ട് നമ്മൾ എന്ത് ചെയ്തേന്? ഹല്ലേലൂയ. നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുക. ഒരു കാലത്ത് എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇല്ലാത്തവനെ പോലെ തീർന്നാൽ ഈ മേപ്രായിൽ കൂടെ നമുക്ക് പിന്നെ ചുറ്റിക്കറങ്ങാൻ പറ്റുമോ? നമ്മൾ കിട്ടുന്ന കാശിന് ഉള്ളത് വിറ്റിട്ട് എങ്ങോട്ടേലും പോകും. നാണക്കേട് സഹിക്കാൻ വയ്യ. യോബെങ്ങും വിറ്റുപോയില്ല. അവൻ അവിടെ പിടിച്ചു നിന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാന് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് ഒരിക്കൽ പറഞ്ഞതുപോലെ യോബ് പറഞ്ഞില്ലെങ്കിലും തന്റെ ഉള്ളത്തിൽ പറഞ്ഞു കാണുമെന്ന് എന്റെ ചിന്ത. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. എന്റെ ശരീരം ഇങ്ങനെ അഴിഞ്ഞു പോയ ശേഷം ദേഹരഹിതനായിട്ടല്ല, ദേഹസഹിതനായി ഞാൻ അവനെ കാണും. ഭക്തി മുറുകെ പിടിക്കുന്നവൻ ഇങ്ങനെ പ്രതികൂലമുണ്ടോ? ഇങ്ങനെ നിന്ദകളുണ്ടോ? സങ്കടങ്ങൾ ഇങ്ങനെ മാറി മാറി ദൈവം അവന്റെ ജീവിതത്തിലേക്ക് സമ്മാനിക്കുന്നതാണോ ഈ ഭക്തിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്? ഒരുപക്ഷെ ചോദിക്കാൻ ന്യായമായിട്ട് നമുക്ക് ദൈവത്തോട് ഒത്തിരി കാര്യമുണ്ട്. കർത്താവെ, വിശ്വസ്തതയോടും പരമാർത്ഥതയോടും കൂടെ നിന്നെ സേവിച്ചതിൻ്റെതായ ഫലമാണോ ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നത്? ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ ഈ മനുഷ്യർ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെ മറുപടി പറയാൻ അല്ല ഞാൻ ശങ്കിക്കുന്നു. അവിടെയും ഭക്തി മുറുകെ പിടിച്ചു. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ഭക്തി മുറുകെ പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തിയോടെ വേണം ദൈവത്തെ സേവിക്കാൻ. ഇന്ന് ലോകത്തിൽ അനേകർ ഭക്തി ഉണ്ടെന്ന് പറയുന്നെങ്കിലും അവർ അതിന്റെ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. എന്താ വേഷം ധരിച്ചെന്നുള്ളതിന്റെ തെളിവ്, പ്രതികൂലങ്ങൾ വരുമ്പോ അവർ ഈ കൃപയിൽ നിന്ന് അകന്നുപോകും. ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഉന്മേഷത്തോടെ ഇറങ്ങിത്തിരിച്ച എത്രയോ ആളുകൾ പിന്മാറിപ്പോയില്ലേ?
അവരുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ, സൂക്ഷിച്ചു നോക്കിയാൽ, അവർ പിന്മാറിപ്പോകാൻ ഏതോ നിർണായക പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അവരുടെ തലയ്ക്ക് മീതെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരുപക്ഷെ തുണയ്ക്കുമെന്ന് അവർ കരുതിയിരുന്നതായ, അവർ നോക്കിയിരുന്ന ആളുകളും അവരെ കൈവിട്ടപ്പോ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ അവർ വിശ്വാസത്തിൽ നിന്ന് പോയി, തിരിച്ചുപോയി. മർത്തോമായിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ തിരിച്ചു മർത്തോമായി പോയവരെ എനിക്കറിയാം. അങ്ങനെ ഓരോരോ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു. ചില കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചതുപോലെ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എന്ന കാരണത്താലോ ഏതെങ്കിലും പ്രതികൂലങ്ങൾ വന്നപ്പോഴോ അവർ ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂടെ വന്നവരും നിന്നവരും ഒക്കെ മടങ്ങിപ്പോയപ്പോഴും, നമ്മുടെ ദേശത്തുനിന്ന് വിടുവിക്കപ്പെട്ടവരൊക്കെ മടങ്ങിപ്പോയപ്പോഴും ഇന്നും നിലനിൽക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, തമ്പുരാന്റെ കൃപയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, കൂടുതലൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഭക്തി ഇന്നും ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവസഭയിൽ വളരെ വർഷം വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു വിശ്വാസി, ഒരു പിതാവ് ഒരിക്കൽ സാക്ഷ്യം പറയുമ്പോൾ യാദൃച്ഛിക അന്നത്തെ സഭായോഗത്തിൽ ഞാൻ അവിടെ സംബന്ധിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ വിശ്വാസ ജീവിതത്തിന്റെ കഴിഞ്ഞ 50 വർഷം ദൈവം എന്നെ പരിപാലിച്ചു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ്: എന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച പലരും എന്നെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയി, പലരും വിശ്വാസം വിട്ടുപോയി, പല ആളുകളും പിന്മാറിപ്പോയി, പലരും ക്രൂശിന് ശത്രുക്കളായി മാറി. എന്നിട്ട് പുള്ളി പറഞ്ഞത്, ഞാൻ എന്റെ ഈ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ വിശ്വാസ ജീവിതത്തിൽ അനുഭവിച്ചതുപോലുള്ളൊരു ദുരിതം അനുഭവിച്ചവരാരും ഒരുപക്ഷെ ഈ സഭയിൽ കാണത്തില്ല. എങ്കിലും എനിക്കൊന്ന് പറയാൻ കഴിയും, ഈ 50 വർഷവും കർത്താവ് എന്നെ പരിപാലിച്ചു. പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല. ഒരുവൻ നിലനിൽക്കുന്നത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, എന്നെ പോലെ പ്രശ്നമില്ലാത്തത് കൊണ്ട് അവൻ നിലനിൽക്കുന്നതെന്ന്, എന്നെ പോലെ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് അവൻ നിലനിൽക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ നീ അനുഭവിക്കുന്നതിനേക്കാൾ, നമ്മിൽ പലരും അനുഭവിക്കുന്നതിനേക്കാൾ ഒത്തിരി യാതനകളും വേദനകളും അവരനുഭവിക്കുന്നവരാണ്. എന്നാലും നിലനിന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ കർത്താവിലുള്ള ആശ്രയം കൊണ്ട്, ആ ഭക്തിയെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ പാടാൻ സമയമെടുക്കുന്നില്ല. എന്നിലും ഭക്തന്മാർ, എന്നിലും ശക്തന്മാർ, എത്രയോ പേർ വീണുപോയി. ഏഴയാകുന്ന നമ്മൾ ഇന്നും നിലനിൽക്കുന്നത് കർത്താവിന്റെ കൃപയാൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സേവിക്കുമ്പോൾ ഉന്മേഷത്തോടെ ആയിരിക്കണം, നല്ല ഹൃദയത്തോടെ ആയിരിക്കണം, 3 ഭക്തിയോടെ ആയിരിക്കണം. 4 വിശദീകരിപ്പാൻ എന്റെ മുമ്പിൽ സമയമില്ല. നാലാമത്തേത് ദൈവ ഭയത്തോടുകൂടെ വേണം. ദൈവത്തിന് സ്തോത്രം. ഭക്തി മാത്രം പോരാ, ഭയവും വേണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഭക്തിയില്ലാത്ത ഭയം, ഭയമില്ലാത്ത ഭക്തി, അത് രണ്ടും വ്യർത്ഥമാണ്. ഹല്ലേലൂയ. ഭക്തിയുള്ളപ്പോൾ തന്നെ നമുക്കൊരു ഭയം വേണം. നാം ആരെയാ സേവിക്കുന്നത്? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് അത് ഭയങ്കരമാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ ആ ദൈവത്തെ സേവിക്കുമ്പോൾ ഒരു വലിയ ഭയം നമുക്കുണ്ടാകണം. ദൈവത്തെ ദൈവമെന്നോർത്ത് ഭയപ്പെടണം. ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ സൃഷ്ടിക്കുവാനും ശിക്ഷിക്കുവാനും അവൻ മതിയായവനാണ്. അവൻ മുറിക്കുവാനും മുറിവ് കെട്ടുവാനും അവൻ മതിയായവനാണ് എന്ന് ദൈവവചനം പറയുമ്പോൾ ഒരു വലിയ ഭയത്തോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. അടുത്ത വചനത്തിലേക്ക് നമുക്ക് പോകാം. റോമാലേഖനം 12-ാം അധ്യായം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. റോമാലേഖനം 12-11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. ഹല്ലേലൂയ. 5-6 കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. ദൈവത്തെ സേവിക്കേണ്ടത് ഉത്സാഹത്തിൽ മടുപ്പ് കാണരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പ് കാണരുത്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നതായ കാര്യത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന കാര്യത്തിൽ, ആത്മീയ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആ ഒരു ഉത്സാഹം കാണുമ്പോൾ അറിയാം നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിൽ എത്രത്തോളം നമുക്കുള്ളതായ ആത്മാർത്ഥതയുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഉന്മേഷത്തിൽ നിന്ന് അല്പം കൂടെ, ഹല്ലേലൂയ, അതിന്റെ ക്വാളിറ്റി കൂടിയ ഒരു നിലവാരമാണ് ഉത്സാഹം എന്ന് പറയുന്നത്. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ഉത്സാഹം
ഉത്സാഹമുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നല്ലോ, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അല്ലെ, സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാൻ ഇടയായിത്തീരും. അതൊരു ഉത്സാഹമുള്ള ഒരു ഭക്തന്റെ ചിന്തയാ. ദൈവത്തിന് സ്തോത്രം. അവന്റെ ഉള്ളിലെ തീഷ്ണത അല്ലെ ദൈവത്തോടെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ഉള്ളം അല്ലെ ജീവനുള്ള ദൈവത്തിനായി തന്നെ അല്ലെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഉത്സാഹമുള്ളത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് മറ്റുള്ള പല കാര്യങ്ങളിലുള്ള ആ ഉത്സാഹം ദൈവത്തെ സേവിക്കുന്നതിലുണ്ടാകണം. ഹല്ലേലൂയ. ഈ അടുത്ത ഒരു 10 വർഷത്തിന് താഴെയാണ് ഈ പഞ്ചിങ് മിഷൻ എന്ന് പറയുന്ന സംവിധാനമൊക്കെ നമ്മുടെ ഈ കേരളത്തിലുണ്ടായെന്ന എന്റെ ചിന്ത. ഇനി അതിനു മുമ്പ് ഉണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുന്നെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുന്നു. ഒരു 10 വർഷം, ഞാനൊരു ഏകദേശ കണക്ക് പറയുകയാണ്. ഈ 10 വർഷം. അപ്പൊ ഈ രാവിലെ തിരക്ക് പിടിച്ചൊക്കെ ജോലിക്ക് പോകുന്നവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മഴയാന്നേലും വെയിലാന്നേലും റെയിൻകോട്ട് ഉണ്ടെങ്കിലും ഇല്ലേലും ഏത് സാഹചര്യങ്ങളുടെ നടുവിലാണെങ്കിലും 7:30 അല്ലെങ്കിൽ 8 മണിക്ക് ജോലിക്ക് കയറേണ്ടിയവര് തെറുതി വെച്ച് പോവുക. എന്തിനാണെന്നറിയാമോ? അത് കറക്റ്റ് സമയത്ത് ചെന്ന് അത് പഞ്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാക്കി. എൻ്റർ ചെയ്യുമ്പോഴും ഔട്ട് ആകുമ്പോഴും എന്ത് ചെയ്യണം? അത് പഞ്ച് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ ആ കാര്യത്തിലുള്ളവരുടെ ഉത്സാഹം. കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളെ, ഇവിടെ പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിലും നമ്മുടെ അകത്തൊരു ഉത്സാഹം ഉണ്ടാകണം. ഞാൻ കാണിക്കുന്ന ഉത്സാഹത്തിനനുസരിച്ച് ദൈവം എന്നെ മാനിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ദൈവത്തോട് കാണിക്കുന്ന ആ ഒരു ഉത്സാഹത്തെ, എരിവിനെ മറന്നു കളയാത്തൊരു ദൈവം. ഹല്ലേലൂയ. നമുക്കൊരു ഉത്സാഹം ഉണ്ടാകണം. ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രായമുള്ള മാതാപിതാക്കളൊക്കെ ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയും. അവർ പറയുന്ന വാക്കിതാ, ഞങ്ങളുടെ കാലത്ത്, ആരോഗ്യമുള്ളൊരു കാലത്ത്, ഹല്ലേലൂയ, അന്ന് ഭയങ്കര ഉത്സാഹമാ. ദൈവമക്കളെ, ആ പ്രിയപ്പെട്ടവരുടെ കാലത്തെ ആ അനുഭവത്തിൽ ജീവിക്കുന്ന നമ്മിൽ പലർക്കും അന്നത്തെ പോലുള്ള ഉത്സാഹമുണ്ടോ? പറഞ്ഞ് കേട്ടറിവെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഉത്സാഹം നമുക്കുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പോകുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കുന്നതിൽ, എവിടെങ്കിലും ഒരാളെ കാണാൻ പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ കാണാൻ പോകുന്നതിൽ നമുക്ക് എത്രത്തോളം ഉത്സാഹമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് ഉത്സാഹമുണ്ട്, എല്ലാത്തിനും. അതുപോലെ ദൈവിക കാര്യത്തിനും നമുക്കൊരു ഉത്സാഹം വേണം. ഹല്ലേലൂയ. ഒരു ദൈവിക കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഓർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ആഹ്വാനം ചെയ്യുമ്പോൾ, ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു നെഹമ്യാവിനെ കുറിച്ച്. നെഹമ്യാവ് പറഞ്ഞു, ഇനിയും നാം നിന്ദിതാപാത്രരായി തീരാതിരിപ്പാൻ നമുക്ക് എഴുന്നേറ്റ് പണിയാമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, ഹല്ലേലൂയ, ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ലെന്നല്ല, പലരും പണിയാൻ നോക്കി നടന്നില്ലെന്നല്ല, ആ നല്ല പ്രവൃത്തിക്കായി അവർ അന്യോന്യം എന്ത് ചെയ്തു? ധൈര്യപ്പെടുത്തി. അതാ ഉത്സാഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഉത്സാഹം എത്രത്തോളം അത് കുറയരുത്. വിശ്വാസ ജീവിതത്തിന്റെ വയസ്സ് കൂടുന്തോറും നമ്മുടെ ശരീരത്തിന്റെ ലോകപ്രകാരം വയസ്സുള്ള കൂടുന്നുള്ളൂ. എന്നാൽ വിശ്വാസ ജീവിതത്തിന്റെ വയസ്സ് കൂടുന്തോറും പ്രത്യാശ കൂടണം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ. പാടണ്ട. അപ്പൊ പ്രത്യാശ വർദ്ധിക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വയസ്സ് കൂടുന്തോറും ശരീരത്തിന് ക്ഷീണം ഒരുപക്ഷെ കൂടും, ശരീരത്തിന് ഭാരം ഒരുപക്ഷെ കൂടും. എന്നാൽ ആത്മീക ജീവിതത്തിന്റെ വയസ്സ് കൂടുന്തോറും പ്രത്യാശ എന്ത് ചെയ്യണം? കൂടണം. ദൈവത്തിന് സ്തോത്രം. 2016 കൂടുതൽ പ്രത്യാശയും ദൈവസന്നിധിയോടുള്ള ഒരാത്മാർത്ഥതയും ഈ വർഷം ഉണ്ടാകണം. ഈ വർഷത്തേക്കാൾ കൂടുതൽ കുറെ ആത്മീയ തീഷ്ണത അടുത്ത വർഷം ഉണ്ടാകണം. അങ്ങനെ വർദ്ധിച്ച് അല്ലേലും കർത്താവിന്റെ നാൾ വരെയും അതിങ്ങനെ പുതുക്കി അതതിന്റെ നില വർധനവിലെത്തിച്ചേരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. മടുപ്പുണ്ടാകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ മടിക്കത്തില്ല. ചെല്ലേണ്ടിടത്ത് നമ്മൾ ചെല്ലും, ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും, പോകേണ്ടിടത്ത് പോകും. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ മടുപ്പുണ്ടാകരുത്. ഒരു ഉത്സാഹം ഉണ്ടാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടുകൂടെ ദൈവത്തെ
ദൈവത്തെ സേവിക്കണം. ആത്മീയ വിഷയത്തിൽ ഒരു എരിവുണ്ടാകണം. അവിടെയും വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചിന്ത ഇവിടെ പറഞ്ഞ് ഹല്ലേലൂയ 7ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇതുവരെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കണം, നല്ല ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം, ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാത്രമല്ല ഭക്തിയോടെ ദൈവത്തെ സേവിക്കണം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ദൈവത്തെ സേവിക്കണം. 6 ആത്മാവിൽ എരിവോടെ ദൈവത്തെ സേവിക്കണം. 7ാമത്തെ കാര്യം അല്ലെങ്കിൽ അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 23-ാമത്തെ വാക്യം കൂടെ വായിക്കും. എന്റെ ഉടയവനും ഇനി അതിന്റെ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ. മതി, നീ ഇടവിടാതെ. അപ്പൊ എന്റെ 7ാമത്തെ ചിന്ത പറയാനുള്ളത്, ദൈവത്തെ സേവിക്കുന്നത് ഇടവിടാതെ സേവിക്കണം. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. ആദ്യത്തെ 2 വർഷം ഒരു കുഴപ്പവുമില്ലായിരുന്നു, നല്ല ഉത്സാഹവും തീഷ്ണതയാ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതായ ഒരു 3 വർഷം ഒരു ഇരുണ്ട കാലഘട്ടം. പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കൂട്ടായ്മയില്ല. നമ്മൾ എവിടാന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആലയത്തിലില്ല, ആരാധനയ്ക്കില്ല, ഒരു കാര്യത്തിലുമില്ല. അല്ലെ, പിന്നെ 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു യഥാസ്ഥാപനം വന്നു, പിന്നെയും ഒരു ആത്മീക തീഷ്ണത വന്നു. ചില വൃക്ഷങ്ങൾ ചില കാലങ്ങളിൽ ഫലം കായ്ക്കും, ചില കാലങ്ങളിൽ ഫലം കായ്ക്കത്തില്ല. ദൈവമക്കളെ, ദൈവത്തെ സേവിക്കുന്നത് ഇടവിടാതെ സേവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടെത്തി അന്നു മുതൽ ജീവിതത്തിന്റെ അവസാനം വരെയും കർത്താവ് തരുന്ന അവസരങ്ങൾ മുഴുവനും ഇടവിടാതെ ദൈവത്തെ സേവിക്കണം. അതിലൊരു മന്ദത ഉണ്ടാകരുത്, അതിലൊരു ക്ഷീണമുണ്ടാകരുത്. ഒരു മന്ദതയോ ക്ഷീണമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മൾ ബലപ്പെടണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഭാവികളായി തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരാത്മീക ജീവിതത്തിൽ ഒരു ക്ഷീണം സംഭവിക്കുന്നു, പഴയതുപോലെ എനിക്ക് ഉത്സാഹത്തോടെ പോകാൻ കഴിയുന്നില്ല. എന്റെ ക്ഷീണത്തെ ദൈവം മാറ്റണമേ, എന്റെ പ്രയാസത്തെ മാറ്റണമേ. ദൈവമക്കളെ, നമ്മളൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, അല്ലേ? കർത്താവേ, എനിക്ക് ആ പഴയ ആരോഗ്യം എന്തിനാണെന്നറിയാമോ? അധ്വാനിക്കാൻ. പക്ഷെ ദൈവസന്നിധിയിൽ കർത്താവെ, ആരാധനകൾ കൂട്ടങ്ങൾക്കും കടന്നു പോകാനുള്ള ആ ഒരു പഴയ ആരോഗ്യം എനിക്ക് തരണമെന്ന് ആത്മീയ വിഷയത്തിൽ പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. കർത്താവെ, കഴിഞ്ഞ നാളുകൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ, കഴിഞ്ഞ നാളുകൾ ചെയ്തതുപോലെ ചെയ്യാൻ കർത്താവെ എനിക്കതിനുള്ള കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ? നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിക്കാൻ നമുക്ക് വലിയ തീഷ്ണതയോ, വലിയ താല്പര്യമോ, വലിയ തീവ്രതയോ. പക്ഷേ ദൈവത്തിന് വേണ്ടിയുള്ള വിഷയത്തിൽ, ദൈവിക കാര്യങ്ങളിലോ പഴയതുപോലെ ആ പഴയ ശുഷ്കാന്തിയോടെ കർത്താവെ ഇന്നും ചെയ്യാൻ. അല്ലെ, കാലേബ് പറയുന്നത് അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി എന്തും പ്രവർത്തിക്കുവാൻ, എന്തുമായിത്തീരുവാൻ, ഹല്ലേലൂയ, എന്റെ ജനത്തിനു വേണ്ടി അല്ല, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി പടവെട്ടാനും പോരാടുവാനും ചിലത് പിടിച്ചെടുക്കുവാനും ഇന്നും ആരോഗ്യമുണ്ട്. ഒരുപക്ഷെ തന്റെ പ്രായം, തന്റെ ശരീരത്തിന്റെ അവസ്ഥ അതിന് അനുവദിക്കുന്നില്ലെങ്കിലും തന്റെ ഉള്ളിന്റെ കരുത്തോ, തന്റെ മനസ്സിന്റെ ധൈര്യമാണ് തന്നെ അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അവിടെ കൊണ്ട് എത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പല രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? മനസ്സില്ലാത്തവനെ സഹായിപ്പാൻ ദൈവത്തിന് പോലും കഴിയുകയില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ചിന്തകൾക്ക് ഞാൻ ഇവിടെ അവസാനം കുറിക്കുകയാണ്. അല്ല, ദൈവത്തെ സേവിക്കുന്നതിൽ ഒരാത്മാർത്ഥത നമുക്കുണ്ടാകണം. അങ്ങനെ ദൈവത്തെ സേവിച്ച ഒത്തിരി ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ 2 പേരുടെ കാര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ദാനിയേൽ ദൈവത്തെ സേവിച്ച്, ഹല്ലേലൂയ, ബാലന്മാർ ദൈവത്തെ സേവിച്ചത് ആ നിലകളിൽ, പൗലോസ് ദൈവത്തെ സേവിച്ചത് ആ നിലകളിൽ. താൻ പറയുന്നത്, എന്റെ ഉടയവന് ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. ഈ ഭക്തന്മാരൊക്കെ ദൈവത്തെ സേവിച്ചത് ഞാൻ ഈ പറഞ്ഞ നിലകളില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിൽ നിലനിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഉന്മേഷത്തോടെ, നല്ല ഹൃദയത്തോടെ, ഭക്തിയോടെ, ഭയത്തോടെ, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ, ആത്മാവിലെരിവോടെ, ഇടവിടാതെ ദൈവത്തെ സേവിപ്പാൻ. ഈ പകൽക്കാലം ദൈവമേ എന്നെ സഹായിക്കണമേ.
എന്റെ കുടുംബത്തെ സഹായിക്കണേ, എന്റെ തലമുറയെ സഹായിക്കണമേ, എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണേ, എന്റെ കൂട്ടായ്മയിലുള്ള വിശ്വാസികളെ സഹായിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. എന്റെ ഇടത്തു വലത്തും ഇരിക്കുന്ന എന്റെ ഈ കൂട്ടു സഹോദരങ്ങളും എന്നെ പോലെ ഹല്ലേലൂയ അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മീക സേവയിൽ അല്ലെ യുദ്ധം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. മനോഹരമായ ഒരു പകലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവിടുന്ന് അവസരങ്ങൾ നൽകിയല്ലോ. പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവസന്നിധിയിൽ മുഴങ്കാലും മുടക്കിയ സമയം മുതൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. നല്ല പാട്ട് പാടുവാൻ, താവേ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ സന്തോഷിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് അവസരം നൽകി. കർത്താവിനെ സേവിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്ക് അല്പമായി ഗ്രഹിക്കുവാനിടയായി. വചനത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങൾ, വായിച്ചത്, ഗ്രഹിച്ചത്, കർത്താവെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് കർത്താവിനെ സേവിക്കുന്നതിൽ അത് പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ആ വചനം കേട്ട, വചനം ഏറ്റെടുത്ത, അത് ഉൾക്കൊണ്ട എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഇതിൻ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. കഴിഞ്ഞ ഒരാഴ്ച കാലം കൂടെ ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിച്ചല്ലോ പിതാവേ. അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ പിന്നെയും സഹായിക്കണമേ. തുടർന്നുള്ളതായ സമയത്തെ സാക്ഷ്യങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങളെ നൽകണമേ. അനുഭവിക്കുന്നത് പ്രസ്താവിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് പ്രസ്താവിക്കുവാൻ ഒക്കെ ഓരോ ദൈവമക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. എല്ലാ മാനവും എല്ലാ മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.